إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ കണ്ണടക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രോഗം ബാധിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിനിടയിൽ അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ട് സങ്കടത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കരഞ്ഞു. ഭാര്യ കരഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് നീ കരഞ്ഞത്? നിന്നെ കരയിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റഅയ്തുക തബ്കി ഫബകൈത്, നിങ്ങൾ കരഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനും കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. ശേഷം താൻ എന്തിനാണ് കരഞ്ഞത് എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നി ദകർതു ഖൗലല്ലാഹി അസ്സ വജൽ, ഞാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ
ഒരു വചനം ഓർത്തുകൊണ്ടാണ് കരഞ്ഞുപോയത്. സൂറത്തു മറിയമിലെ 71-ാമത്തെ വചനമായിരുന്നു അത്. അള്ളാഹു പറയുകയാണ്, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. അള്ളാഹു പറയുകയാണ്, വഇം മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളും തന്നെയില്ല, ഇല്ല വാരിദുഹ, ആ നരകത്തിന്റെ അരികിലൂടെ കടന്നു വരാത്തവരായി ഒരാളും തന്നെ നിങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന അള്ളാഹുവിന്റെ വചനമാണ് ഞാൻ ഓർത്തുപോയത് എന്നാണ്. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിലും നരക അവകാശിയാണെങ്കിലും എല്ലാവരും ആ നരകത്തിന്റെ അരികിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യുമെന്നാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാണ് അത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ വചനം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞത്. കാരണം നരകത്തിന്റെ അരികിലൂടെ ഞാനും കടന്നു പോകും എന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഫലാ അദ്രി അൻജു മിൻഹ അംല, ഞാൻ ആ നരകത്തിന്റെ അരികിലൂടെ കടന്നു വരുമ്പോൾ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമോ, അതല്ല ഹതഭാഗ്യനായി നഷ്ടക്കാരിയായി ഞാൻ നരകത്തിലേക്ക് ചെന്ന് പതിക്കുമോ എന്നെനിക്കറിയില്ലല്ലോ. ആ ഒരു രംഗം ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നേരിടാനിരിക്കുന്ന ഒരു രംഗമാണിത്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്നത്, സ്വപ്നമെന്നത് ഈ പറഞ്ഞ പരലോകത്ത് ഈ ദുനിയാവിൽ നിന്നും നാം പടിയിറങ്ങിപ്പോയി അള്ളാഹുവിന്റെ വിചാരണയും എല്ലാം കഴിഞ്ഞ് ഒരുപാട് കടമ്പകൾ കടന്ന് അവസാനം ആ സിറാത്ത് പാലത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അവിടെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതേ അവസരത്തിൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി എന്നത്, ഞാൻ ഒരു പക്ഷെ മരിച്ച് അള്ളാഹുവിന്റെ പരലോക കോടതിയിലേക്ക് എത്തുമ്പോൾ, കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ, റബ്ബിന്റെ വിചാരണയും കഴിഞ്ഞ് ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ആ സിറാത്ത് പാലവും കഴിഞ്ഞ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ അതല്ല നരകത്തിലേക്ക് ചെന്ന് പതിക്കുമോ എന്ന പേടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്. ആ ഒരു പേടിയോടുകൂടിയും ഈ ഒരു ആഗ്രഹത്തോടു കൂടിയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് യഥാർത്ഥ വിജയി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ യഥാർത്ഥ വിജയിയായി തീരാനുള്ള, ആ തന്റെ ആഗ്രഹ സഫലീകരണത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള താൽക്കാലികമായ അല്പനേരത്തേക്കുള്ള ഏത് സമയത്തും നിലച്ചു പോകുന്ന ഒരു ഇടമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവ് എന്ന അറബി പദം അർത്ഥമാക്കുന്നത് അടുത്തു നിൽക്കുന്നത് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ അടുത്തു നിൽക്കുന്നത് എന്നാണ്. അഥവാ പരലോകവുമായി വളരെ അടുത്തത് എന്നർത്ഥം. പെട്ടെന്ന് തന്നെ ഇത് തീർന്ന് പരലോകം ആരംഭിക്കും എന്ന അർത്ഥമാണ് ദുനിയ എന്ന പദം തന്നെ അറബി ഭാഷയിൽ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു പരീക്ഷയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അള്ളാഹു തീരുമാനിച്ച പരീക്ഷാ ഹാളാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്.
നമുക്ക് അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ ആയുസ്സാണ് ആ പരീക്ഷ എഴുതാനുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത്. ആ പരീക്ഷയിൽ നമ്മൾ എഴുതി ചേർക്കുന്ന നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളാണ്. ആ പരീക്ഷയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ഈ നിലക്ക് ഒരു പരീക്ഷയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ള പരീക്ഷകളിൽ നിന്നും ഈ പരീക്ഷയെ വ്യത്യസ്തമാക്കുന്ന വളരെ സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാവർക്കും സമയം ഒരുപോലെയല്ല എന്നതാണ്. സാധാരണ പരീക്ഷയിൽ എല്ലാവർക്കും തുല്യ സമയമായിരിക്കും. എന്നാൽ ഈ ജീവിതമെന്ന പരീക്ഷ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയമാണ്. ഏത് സമയത്താണ് എൻ്റെ പരീക്ഷ അവസാനിക്കുക എന്ന് ഒരാൾക്കും പറയാനും സാധ്യമല്ല. അതാണ് ഇതിൻ്റെ വലിയ ഒരു വ്യത്യാസം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാധാരണ ഏതൊരു പരീക്ഷ കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആ പരീക്ഷാ പേപ്പറുകൾ കുട്ടികളുടെ കയ്യിൽ നൽകുന്ന ഒരു ദിവസം വരാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതം എന്ന ഈ യഥാർത്ഥ പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ പേപ്പറുകൾ, നമ്മൾ എഴുതിയ നമ്മുടെ നന്മകൾ കാണിക്കപ്പെടുന്ന, ബോധ്യപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹാഖയിൽ വളരെ കൃത്യമായി ആ രംഗം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَيَقُولُ هَاؤُمُ اقْرَءُوا كِتَابِيَهْ إِنِّي ظَنَنْتُ أَنِّي مُلَاقٍ حِسَابِيَهْ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ فِي جَنَّةٍ عَالِيَةٍ قُطُوفُهَا دَانِيَةٌ كُلُوا وَاشْرَبُوا هَنِيئًا بِمَا أَسْلَفْتُمْ فِي الْأَيَّامِ الْخَالِيَةِ. അല്ലാഹു പറഞ്ഞു, എന്നാൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, തന്റെ വലത് കൈകൊണ്ട് ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആ മനുഷ്യൻ, ഈ പരീക്ഷയെ ശരിയായ രൂപത്തിൽ നോക്കിക്കൊണ്ട് ഉത്തരം എഴുതിയ ആ മനുഷ്യൻ വലത്തെ കൈയിൽ ഗ്രന്ഥം ലഭിക്കും. അവൻ പറയും, ഫയഖൂലു ഹാഉം ഇഖ്റഉ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ പറയുമെന്നാണ്. എന്നിട്ട് തുടർന്നുള്ള ആ മനുഷ്യന് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അവിടെ, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ദിവസം എനിക്ക് വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു, അതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. ഫഹുവ ഫീ ഐശത്തിർ റാദിയ, ആ മനുഷ്യൻ വളരെ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കുമെന്നാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗമാണ് ആ മനുഷ്യനെ കാത്തിരിക്കുന്നത്. ഖുതൂഫുഹാ ദാനിയ, ആ സ്വർഗത്തിലെ പഴങ്ങൾ വളരെ അടുത്തടുത്തായി തനിക്ക് മുമ്പിൽ നിൽക്കുന്നതാണ്. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ ജീവിതം എന്ന് പറയുന്ന തന്റെ നാളുകളിൽ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് പകരമായി സന്തോഷത്തോടുകൂടി തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക എന്ന് ആ മനുഷ്യനോട് സ്വർഗത്തിൽ പറയുകയും ചെയ്യുമെന്നാണ്. ഇതാണ് ഈ ദുനിയാവ് എന്ന പരീക്ഷയെ ശരിയായ രൂപത്തിൽ പഠിച്ച് മാർക്കെടുത്ത മനുഷ്യർക്ക് വരാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പരീക്ഷയിൽ തോറ്റുപോകുന്ന വിഭാഗത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ അള്ളാഹു ശേഷം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِشِمَالِهِ فَيَقُولُ يَا لَيْتَنِي لَمْ أُوتَ كِتَابِيَهْ وَلَمْ أَدْرِ مَا حِسَابِيَهْ يَا لَيْتَهَا كَانَتِ الْقَاضِيَةَ مَا أَغْنَى عَنِّي مَالِيَهْ هَلَكَ عَنِّي سُلْطَانِيَهْ خُذُوهُ فَغُلُّوهُ ثُمَّ الْجَحِيمَ صَلُّوهُ ثُمَّ فِي سِلْسِلَةٍ ذَرْعُهَا 70 ذِرَاعًا فَاسْلُكُوهُ. വളരെ കൃത്യമായി അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്നാൽ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, തന്റെ ഇടത്തെ കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആ ദൗർഭാഗ്യരായ ആളുകൾ, ഫയഖൂൽ, അവൻ പറയും യാ ലൈതനി ലം ഊത കിതാബിയ, ഗ്രന്ഥം കിട്ടിയാലുടൻ അവൻ പറയും, എനിക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം ലഭിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, മരണാനന്തരം ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ലോകം എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് ഞാൻ ദുനിയാവിൽ അഹങ്കാരം നടിച്ച എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല.
ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ദുനിയാവിക എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, ഒന്നും എനിക്ക് ഉപകരിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരവസ്ഥ അവൻക്ക് വരുന്നു എന്നതാണ്. ശേഷം പറയപ്പെടും ഖുദൂഹു ഫഗുല്ലുഹു, അവനെ പിടിച്ച് നിങ്ങൾ ബന്ധിപ്പിക്കുക, സുമ്മൽ ജഹീമ സ്വല്ലു, എന്നിട്ട് ആ നരകത്തിൽ അവനെ പ്രവേശിപ്പിച്ചു കൊള്ളുക, സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു, ശേഷം 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ നരകത്തിൽ കൊണ്ടിടാൻ വേണ്ടി പറയപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാരെ, ഈ പറയുന്നത് ഇതൊരു കേവല കഥയല്ല, സാങ്കല്പികമായി ഉണ്ടാക്കിയ ഒരു സംഭവമല്ല. മറിച്ച് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാനുള്ള, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത, ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ആ ഒരു രംഗമാണിത്. നമ്മൾ ഓരോരുത്തരും ഈ രംഗം നേരിടും എന്നതാണ്. നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്നാൽ ഈ രംഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവനായി നമ്മൾ മാറുമോ? അതല്ല ദൗർഭാഗ്യനായ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് ഖേദിക്കുന്ന, വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന, അതൊന്നും ഉപകരിക്കാതെ പോകുന്ന, അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുന്ന, ആ കത്തിജ്വലിക്കുന്ന തീജ്വാലകളുള്ള നരകത്തിന്റെ ഇന്ധനമായി മാറുന്ന മനുഷ്യ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന ഗൗരവത്തിലുള്ള ഒരു ചിന്തയാണ്, ഒരു വിചാരണയാണ്, ഒരു ആത്മപരിശോധനയാണ് ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു, നാളെ ഈ ലോകത്ത് നിന്ന് ഞാൻ മരിച്ചു പോയാൽ എന്റെ ഖബറിന് വേണ്ടി, എന്റെ വിചാരണക്ക് വേണ്ടി, എന്റെ പരലോകത്തിന് വേണ്ടി, എന്റെ സ്വർഗത്തിന് വേണ്ടി, എന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ഉണ്ടാക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ ദീർഘവീക്ഷണമുള്ളവരാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നല്ല ദീർഘവീക്ഷണം നമുക്കുണ്ട്. ഭാവിക്കുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കാനുള്ള നേരത്തെയുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്താറുണ്ട്. ഭാവിയിൽ നല്ല ഒരു വീട് വെക്കണം, നല്ല കുടുംബജീവിതം നയിക്കണം, നല്ല വാഹനം മേടിക്കണം, നല്ല കച്ചവടം ഉണ്ടാക്കണം, നല്ല സമ്പാദ്യം ഉണ്ടാവണം എന്നൊക്കെ കൃത്യമായി നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കാറുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ കഴിയുന്ന വിധം ഓരോരുത്തർ നമ്മൾ നിർവഹിക്കാറുമുണ്ട്. എന്നാൽ ഈ യഥാർത്ഥ പരലോക ജീവിതത്തിന് വേണ്ടി ആരും സഹായത്തിന് വരാത്ത, ഒരാളും തന്നെ നമുക്ക് തുണയായി നിൽക്കാത്ത, സ്വന്തം അമലുകൾ മാത്രം കൂടെ നിൽക്കുന്ന ഈ പരലോകത്തേക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു? എത്ര കണ്ട് സമയം മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? എത്ര കാലമായി അള്ളാന്റെ ദീന് കേൾക്കുന്നു, ഖുതുബകൾ കേൾക്കുന്നു, ക്ലാസുകൾ കേൾക്കുന്നു എന്നല്ലാതെ എന്ത് മനമാറ്റമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായത്? ഇങ്ങനെ ഒരു പേടി, നേരത്തെ പറഞ്ഞ ചരിത്രത്തിലുള്ള സഹാബത്തിനുണ്ടായ ആ പേടിയുടെ ഒരു അംശം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാനെ മറന്നിട്ട് നമ്മൾ ജീവിക്കുമോ? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. എത്ര അനുഗ്രഹങ്ങളോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, എത്ര റബ്ബിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ നിമിഷവും നുകർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഫലസ്തീനിലുള്ള പ്രിയപ്പെട്ട ആ നമ്മുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട് അവരുടെ ആ ഒരു വല്ലാത്ത ആ സ്ഥിതിവിശേഷം കണ്ടുകൊണ്ട്. പട്ടിണിയിലൂടെ പിടഞ്ഞു മരിക്കുന്ന മക്കളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഒരു നിർഭയത്വം പോലും ഇല്ലാതെ ഒരു നിമിഷ നേരം പോലും ജീവിക്കാൻ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ, ആനന്ദിക്കാൻ കഴിയാതെ ഓരോ നിമിഷവും മരണത്തോട് മല്ലടിക്കുന്ന ജീവിതവുമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഏത് നിമിഷ നേരവും ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ ഇല്ലാതായി തീരുമെന്ന ബോധ്യത്തോടു കൂടി, എന്നാലും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നൊരൊറ്റ സമാധാനത്തിന്റെ പേരിൽ, റബ്ബുണ്ടെന്ന ഒരൊറ്റ സമാധാനത്തിന്റെ പേരിൽ അവരുടെ ആ വരുന്ന എല്ലാ എതിർപ്പുകളെയും ആക്രമങ്ങളെയും നേരിടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? വിശപ്പ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയ പ്രയാസങ്ങൾ നോമ്പിലൂടെയൊക്കെ ഒരു പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥ പട്ടിണി എന്ന് പറയുന്ന തീരെ ഭക്ഷണമില്ലാത്ത ഒരു ജീവിതം ഒരു പക്ഷെ നമുക്കൊന്നും ഒരിക്കൽ പോലും, ഒരു ദിവസം പോലും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അത്രയും സൗഭാഗ്യ സമ്പന്നമായ ജീവിതത്തിലാണ് നാം കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസങ്ങളാണ് ആ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നത്?
ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് നൽകിയിട്ടും സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? റബ്ബിന്റെ ദീനിന് വേണ്ടി എന്ത് നമ്മൾ ചെയ്തു? എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു? ഈ ആരോഗ്യം കൊണ്ട് നാളെ റബ്ബ് ചോദിക്കുമ്പോൾ, പടച്ചവനെ നിനക്ക് വേണ്ടി ഇന്നതൊക്കെ ഈ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ? സ്വഹാബാക്കൾക്ക് ധാരാളം പറയാനുണ്ടാവും. ഞങ്ങളുടെ കൈകൾ റബ്ബെ നിനക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ദാനമായി നൽകിയിട്ടുണ്ട്. യുദ്ധരംഗത്ത് ഞങ്ങളുടെ ശരീരം മുഴുവനും സമർപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിൽ അത്രയും അമ്പുകൾ റബ്ബെ നിനക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പലതും സ്വഹാബത്തിന് പറയാനുണ്ടാവും. നമുക്ക് എന്ത് പറയാനുണ്ടാവും സഹോദരന്മാരെ? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വരാനിരിക്കുന്ന രംഗമാണെന്ന് മനസ്സിലാക്കി വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിന് പകരം സഹോദരന്മാരെ, പരലോകത്ത് വിജയിക്കാനുള്ള വിഭവങ്ങൾ നമ്മൾ ഒരുക്കണം എന്നതാണ്. എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത്? ഈ രംഗം നമുക്ക് കടന്നു വരുമ്പോൾ രക്ഷപ്പെടാൻ 4 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരു മുസ്ലിം എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, ഇഅ്ലം റഹിമക്കല്ലാഹ്, നീ അറിയണം, അല്ലാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ, കാരുണ്യം ചൊരിയട്ടെ, അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ, 4 കാര്യങ്ങൾ ഒരു മുസ്ലിമാണ് അവൻ അറിയൽ നിർബന്ധമാണ് എന്നാണ്. അതിൽ ഒന്ന് അൽ ഇൽം, അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു നബിയിഹി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അവന്റെ റബ്ബിനെ കുറിച്ച് അറിയണം, പ്രവാചകനെ കുറിച്ച് അറിയണം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും എല്ലാം പ്രമാണബദ്ധമായ രൂപത്തിൽ അവൻ പഠിച്ച് മനസ്സിലാക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദീന് പഠിക്കുന്ന ഒരു സ്ഥിതി എല്ലാ ജീവിത രംഗങ്ങളിൽ നമുക്കുണ്ടാവണം എന്നതാണ്. ഒരു ദിവസം പോലും ദീനിനെ കുറിച്ച് ഒന്നെങ്കിലും ഒരു അല്പമെങ്കിലും അറിയാത്ത, ഒരു പുതിയ വിവരം കിട്ടാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് വാസ്തവം. എന്തെങ്കിലും ഒന്ന് സഹോദരന്മാരെ ഓരോ ദിവസവും നമുക്ക് കിട്ടണം. കേവലം വെള്ളിയാഴ്ച ഖുത്ബക്ക് വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും അല്പം പുതിയതായിട്ട് ദീനിനെ കുറിച്ച് പഠിച്ച് അതിൽ സമാധാനപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. രാത്രി കടന്നുറങ്ങുമ്പോൾ ഓരോ ദിവസവും ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്ത് പഠിച്ചു, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പുതുതായിട്ട് എന്ത് കിട്ടി എന്ന ഒരു വിചാരണ നടത്തിക്കൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ കിടന്നുറങ്ങേണ്ടത്. ദീനിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, അൽ അമലു ബിഹി, പഠിച്ച കാര്യം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. നിസ്കാരം നിർബന്ധമാണ്, അത് എന്റെ ബാധ്യതയാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് അത് ചെയ്യണം, കർമ്മം ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. കഴിവിന്റെ പരമാവധി പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നതാണ്. മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലൈഹി എന്നാണ്. അതിലേക്ക് ക്ഷണിക്കണം. താൻ പഠിച്ചു പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മാത്രം തീർന്നില്ല, മറിച്ച് അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അത് ലഭിക്കാത്ത, അതിനെക്കുറിച്ച് അറിയാത്ത, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാത്ത, തൗഹീദ് എത്താത്ത, ശിർക്കിൽ കഴിയുന്ന, നരകത്തിന്റെ പാതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ സന്ദേശം എത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടണം. ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഇടപെടണം എന്നതാണ്, ദഅവത്ത് നിർവഹിക്കണം എന്നതാണ്. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഓരോരുത്തരും, ഓരോ സാധാരണക്കാരനും അവനവൻക്ക് പറ്റുന്ന രൂപത്തിൽ അവൻക്ക് ബോധ്യമുള്ള വിഷയത്തിൽ ദഅവത്ത് ചെയ്യണം എന്നതാണ്. അല്ലാതെ ചില അല്പജ്ഞാനികളായ വിവരമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് പോലെ എല്ലാം തികഞ്ഞ, എല്ലാ അർത്ഥത്തിലും അറബി കോളേജിലും മറ്റും പഠിച്ചിറങ്ങി ഒരു പണ്ഡിതന്റെ കീഴിൽ നിന്ന് പൂർണ്ണമായും കിതാബുകൾ ഓതി പഠിച്ച് ഇജാസ നേടി എല്ലാം പൂർത്തിയായ, എല്ലാ ലക്ഷണമൊത്ത ഒരു പണ്ഡിതനായി മാറിയതിന് ശേഷം മാത്രമേ ദഅവത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ തത്വമല്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയമല്ല. മറിച്ച് ആ വിഷയത്തിലുള്ള മാനദണ്ഡം എന്താണ്? അറിയുന്നതേ പറയാവൂ എന്നതാണ്. പറയുന്ന കാര്യത്തിൽ പ്രബോധകന് അറിവുണ്ടാവണം എന്നതാണ് അതിന്റെ മാനദണ്ഡമായി കണക്കാക്കുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തത് പറയാൻ പാടില്ല എന്നാണ്. അല്ലാതെ എല്ലാം കൂടി പഠിച്ചതിന് ശേഷം ഞാൻ പ്രബോധനം ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ പ്രബോധനം ഉണ്ടാവുകയില്ല. പ്രബോധനം അവിടെ നടക്കില്ല. കാരണം എല്ലാം പഠിച്ചിറങ്ങിയ ഒരാളും തന്നെ ലോകത്തുണ്ടാവില്ല. ഓരോരുത്തർക്കും കുറവുകൾ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ താൻ ക്ഷണിക്കുന്ന പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അറിവുണ്ടാവണം. അതിൽ അറിവില്ലാതെ സംശയത്തോടു കൂടി പ്രബോധനം ചെയ്യാൻ പാടില്ല എന്നതാണ്. അതാണ് മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്. നാലാമതായി പറഞ്ഞു, പ്രബോധനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, സഹിക്കേണ്ടി വരും. നല്ല സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളല്ല പലപ്പോഴും പ്രബോധകർക്ക് ഉണ്ടാവുക. ഒരുപാട് സഹിക്കേണ്ടി വരും. അവിടെ ക്ഷമിക്കാൻ, സഹിക്കാൻ കഴിയണം എന്നതാണ്. ഈ 4 കാര്യങ്ങളാണ്
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, എങ്കിൽ അവനക്ക് രക്ഷയുണ്ട് എന്നതാണ്. എന്താണ് തെളിവ്? അദ്ദേഹം തുടർന്ന് സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തു. വൽ അസ്ർ, അല്ലാഹ് പറഞ്ഞു കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. അവർക്ക് സ്വർഗത്തിന്റെ പാതയല്ല നിലവിലുള്ളത്, അവർ നഷ്ടത്തിലാണ്. എന്നാൽ 4 തരം ആളുകൾ ഒഴികെ അവരുടെ 4 വിശേഷണങ്ങളാണ് തുടർന്ന് പറഞ്ഞത്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം, അഥവാ ശരിയായ രൂപത്തിൽ പഠിച്ച് അറിഞ്ഞ് വിശ്വസിക്കണം. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. അതാണ് ആ പണ്ഡിതൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ രൂപത്തിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അറബി കലണ്ടർ പ്രകാരം റബീഉൽ ആഖിർ മാസത്തിൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത്. തൊട്ട് മുമ്പത്തെ റബീഉൽ അവൽ മാസം വന്നപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ കണ്ട പല അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെ കണ്ടതുപോലെ തന്നെ ഈ റബീഉൽ ആഖിറിലും ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ദീനിൻ്റെ പേരും പറഞ്ഞ് പല ബിദ്അത്തുകളും ശിർക്കൻ പരിപാടികളുമൊക്കെ അരങ്ങേറുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുതുബിയത്തും റാത്തീബും ഒക്കെ പേരിട്ട് ഒരർത്ഥത്തിലും ഇസ്ലാമിൽ ഒരടിസ്ഥാനവുമില്ലാത്ത, ആരും തന്നെ പഠിപ്പിക്കാത്ത, ആരുടെ പേരിലാണ് നടത്തപ്പെടുന്നത് ആ വ്യക്തി പോലും പഠിപ്പിക്കപ്പെടാത്ത ആചാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജറ 470 ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച മഹാനായ പണ്ഡിതനും പ്രബോധകനും പരിഷ്കർത്താവുമായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല ഹിജറ 561 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 470 ജനിച്ച് ഹിജറ 561 മരിച്ച ഒരു മഹാപണ്ഡിതനാണ്, പ്രബോധകനാണ്. ഒരുപാട് സമൂഹത്തിൽ തൻ്റെ ശക്തമായ പ്രബോധനം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും സത്യം കൃത്യമായി മനസ്സിലാക്കാനും തൗഹീദ് ഉൾക്കൊള്ളുവാനും ഒക്കെ കാരണക്കാരനായ വലിയ പണ്ഡിതനാണ്, പ്രബോധകനാണ് അദ്ദേഹം. അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് നൽകേണ്ടുന്ന ആരാധനകളെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന, റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെ റബ്ബല്ലാത്തവരോട് ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ശിർക്കിനെയാണ് അദ്ദേഹം ശക്തമായി എതിർത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കാണാം. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുക? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണുള്ളത്, പിന്നെ എങ്ങനെയാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുക എന്ന് പറഞ്ഞ് ശക്തമായി ശിർക്കിനെതിരെ പോരാടിയ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും, അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പോലും അള്ളാഹു അല്ലാത്ത പടപ്പുകളോട് നീ ആവശ്യം പറയരുത് എന്ന് പറഞ്ഞ സൂഫി വാദത്തിലേക്ക് വരെ എത്തിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അഖീദയിൽ, വിശ്വാസത്തിൽ സൂഫി അഖീദ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ മൊത്തം പരിശോധിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ അഹ്ലുസുന്നയുടെ ആദർശത്തോട് യോജിച്ച പ്രബോധനം ചെയ്ത പണ്ഡിതൻ തന്നെയാണ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല. ആ പണ്ഡിതന്റെ പേരും പറഞ്ഞിട്ടാണ് ഇന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, അദ്ദേഹം സഹായിക്കും, 1000 തവണ വിളിച്ചാൽ എവിടെ നിന്നും ഏതൊരാൾക്കും ഏത് കാര്യത്തിനും ഉത്തരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്
പള്ളികളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഉസ്താദുമാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആടിയും പാടിയും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിലക്കും ഇസ്ലാമിൽ യോജിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവണതകളാണ് ഖുതുബിയത്ത് എന്ന പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റാത്തീബുകളും മാല മൂലിദുകളും എല്ലാം ഈ മുഹിയുദ്ദീൻ ഷേഖ് റഹിമഹുള്ളയുടെ പേരിൽ നടക്കുന്ന വല്ലാത്ത ഖേദകരമായ രംഗങ്ങളാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യത്തിൽ ഈ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് പറഞ്ഞാൽ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മനുഷ്യനാണ്. എന്നാൽ ഇന്ന് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പേര് കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്? തൻ്റെ ഏത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം തരാൻ പറ്റുന്ന അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാളും മുകളിൽ എന്ന രൂപത്തിൽ അവർ അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. അള്ളാഹു പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ തോറ്റുപോയ ചില കഥകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അള്ളാഹു പോലും തോറ്റുപോവാം, എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മുമ്പിൽ സമ്മതിക്കുന്ന രംഗങ്ങൾ വരെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരനായ മനുഷ്യൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ രൂപത്തിൽ എല്ലാത്തിനും തനിക്ക് ഒരു അവലംബമായി തീർന്ന ഒരു വലിയ ശക്തിയാണ് മുഹിയുദ്ദീൻ ഷേഖ് എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. മറിച്ച് അതൊന്നും പാടില്ല. എന്നെ വിളിക്കാൻ പാടില്ല, ഒരു പടപ്പിനെയും വിളിക്കാൻ പാടില്ല, അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞ് പ്രബോധനം ചെയ്ത, അതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ട രംഗങ്ങൾ ചരിത്രത്തിലുണ്ട്. പലപ്പോഴും വെള്ളം പോലും ഇല്ലാതെ, ഒരു നിലക്കും ഭക്ഷണത്തിനുള്ള യാതൊരു വകയുമില്ലാതെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തരം മധുരിക്കുന്ന പുല്ല് കഴിച്ച് വയർ നിറച്ച എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് 49 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. 4 ഭാര്യമാരിലായി 49 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ 49 മക്കളിൽ 35 മക്കളും അദ്ദേഹത്തിന്റെ ജീവിത നാളിൽ തന്നെ മരിച്ചുപോയി എന്നാണ്. ആ 35 മക്കളിൽ 20-ലേറെ മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ചതും കഫൻ ചെയ്തതും അതിന്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്തതൊക്കെ അദ്ദേഹം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത്രയും അള്ളാന്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്, പ്രബോധകനാണ് അദ്ദേഹം എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷിക്കപ്പെട്ട, പലപ്പോഴും ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തെ കഴിച്ചുകൂട്ടിയ, സ്വന്തം മക്കൾ മരിച്ചപ്പോൾ പോലും അവരെ ജീവിപ്പിക്കാൻ കഴിയാതെ പോയ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആ മനുഷ്യനെ വിളിച്ചിട്ടാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്ന വലിയ മഹാനായിട്ട് ചിത്രീകരിക്കുന്നത്. അതിന്റെ പേരിൽ ഖുതുബിയത്തിലും റാത്തീബിലൊക്കെയായി ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുകയും അതിനെ കഴിക്കുകയും ചെയ്യുന്ന, അതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന, ഖുതുബിയത്തിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹീതമായ ഭക്ഷണമായി കാണുന്ന, ഒരുപക്ഷെ സംസം വെള്ളത്തെക്കാളും പോരിശയോടുകൂടിയൊക്കെ ചില സാധാരണക്കാരെങ്കിലും ധരിച്ചു പോകാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഇതിനെയൊക്കെയും പരിചയപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, ഒന്നാമതായും ഈ രൂപത്തിലുള്ള ഇതിന്റെ ഭാഗമായി നടത്തുന്ന ഖുതുബിയത്തായാലും റാത്തീബായാലും അനുബന്ധമായ കാര്യങ്ങളെല്ലാം അത് ബിദ്അത്താണ്. അത് ഒരു അർത്ഥത്തിലും ഈ ഷെയ്ഖ് റഹിമഹുള്ളയുടെ ആദർശത്തിന് യോജിക്കാത്തതാണ്, ഇസ്ലാമിന്റെ ആദർശത്തിന് യോജിക്കാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു സഹകരണവും നമുക്കുണ്ടാകാൻ പാടില്ല. അതിന്റെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ ഭക്ഷണത്തിന്റെ ഒക്കെ വിഷയം വരുമ്പോൾ ചില ആളുകളുടെയെങ്കിലും ഈമാൻ ഒന്ന് ദുർബലപ്പെട്ടു പോകാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വിഷയം വരുമ്പോൾ ചിലർ പറയും, സംഭവം ശിർക്കിന്റെ ഭക്ഷണമാണെങ്കിൽ അതൊരു ഭക്ഷണമല്ലേ, അതൊരു അന്നമല്ലേ, അതിനോട് ഒരു വെറുപ്പ് നമുക്കില്ലല്ലോ, അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ശരിയല്ലാത്ത ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ട, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണത്തെ കഴിക്കുന്നതിൽ യാതൊരു തെറ്റും കാണാത്ത ചില ആളുകളെങ്കിലും നമുക്ക് കാണാൻ പറ്റും. തൗഹീദ് മനസ്സിലാക്കിയ ആളുകളിൽ പോലും ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാർ, ഒരിക്കലും പാടില്ല എന്നാണ് പറഞ്ഞതുപോലെ. ആ ഭക്ഷണത്തിനല്ല പ്രശ്നം, ശരിയാണ്, ആ ഭക്ഷണം എന്ന് പറയുന്ന വസ്തുവിനല്ല പ്രശ്നം, മറിച്ച് ആ ഭക്ഷണം ഉണ്ടാക്കപ്പെട്ട എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കപ്പെട്ടത് ആ ഉദ്ദേശത്തിനാണ് പ്രശ്നം. അള്ളാഹു അനുവദിക്കാത്ത ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. സദക്കയിൽ നിന്നുള്ള ഒരു കാരക്ക അറിയാതെ എടുത്തു ഭക്ഷിച്ചു. പ്രവാചക കുടുംബത്തിന് സദക്ക ഭക്ഷിക്കാൻ പാടില്ല.
ആ കുട്ടിക്ക് എന്തറിയാൻ, ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി ഭക്ഷിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയല്ലേ സാരമില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ ചെയ്തത്. മറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, കഹ് കഹ് എന്ന് പറഞ്ഞ്, തുപ്പ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് എടുത്തു മാറ്റി, അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ, പ്രവാചക കുടുംബത്തിന് സ്വതക്ക പാടില്ലെന്ന് മകനെ നിനക്കറിയില്ല മോനെ എന്ന് പറഞ്ഞ് ആ ചെറിയ വയസ്സിൽ പോലും ആ ഹറാമ് എന്റെ പേരമകന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഉറച്ച ബോധ്യത്തോടു കൂടി തിരുത്തി കൊടുക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ആ കാരക്കാണോ സഹോദരന്മാരെ പ്രശ്നം? കാരക്കയല്ലേ, എന്താ അതിന് പ്രശ്നം എന്ന് പ്രവാചകൻ പറഞ്ഞു. മറിച്ച് ആ ഭക്ഷണം അത് പാടില്ല എന്നാണ്. സ്വതക്ക പ്രവാചക കുടുംബത്തിന് പാടില്ല, നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചാൽ അതിന്റെ കുറ്റമാണ് എന്ന നിലക്ക് പ്രവാചകൻ എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഖുതുബിയത്തായാലും റാത്തീബായാലും ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത ശിർക്കുമായി ബന്ധപ്പെട്ട ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഭക്ഷണമായാലും പാനീയമായാലും എന്തെന്നായാലും അത് തിന്നാനോ കുടിക്കാനോ അതിൽ സഹകരിക്കാനോ അതിനു വേണ്ടി അത് വിളമ്പിക്കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ തനിക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും തന്നെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്നതാണ്. ഒരു നിലക്കും സഹകരണം പാടില്ല എന്നതാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ സഹായിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. വലാ തആവനു അലൽ ബിർരി അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും സഹകരിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ സഹകരിക്കുന്നുവെങ്കിൽ, അങ്ങനെ സഹകരിക്കുന്നത് തെറ്റല്ലെന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അവന്റെ ഈമാനിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിർക്കൻ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വിരോധം ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ, അത് കുഴപ്പമില്ലെന്ന് അവന്റെ മനസ്സ് പറയുന്നുവെങ്കിൽ അവന്റെ ഈമാനിന് സാരമായ പരിക്കുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസിക്ക് അതിന് സാധ്യമല്ല എന്നതാണ്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാൻ പറ്റും. മഹാന്മാരായ സ്വഹാബത്തൊക്കെ ഈ ഹറാമു ശരീരത്തിൽ കടക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നതിന് ഉദാത്തമായ മാതൃകകൾ ധാരാളം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും സ്വഹാബത്തിന്റെയൊക്കെയും താബികളുടെയൊക്കെ ഭാര്യമാർ അവർ ജോലിക്ക് വേണ്ടി പോകും, അവരുടെ വസിയത്ത് പറയും. എന്താണ് പറയുന്നത്? നിങ്ങൾ സമ്പാദിക്കാനാണ് പോകുന്നത്, സമ്പാദിക്കുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധന വെക്കും അവർ. എന്താണ്? ഇന്നാ നസ്ബിറു അലൽ അത്ശി വൽ ജൂഇ വലാ നസ്ബിറു അലൽ നാർ. നിങ്ങൾ ഒരു കാരണവശാലും ഹറാമ് സമ്പാദിച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ല. ഹറാമിലൂട്ടപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾ പട്ടിണി സഹിക്കാം, ഞങ്ങൾ വിശപ്പ് സഹിക്കാം, ദാഹം സഹിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നാലും കുഴപ്പമില്ല. ഭാര്യമാർക്കെന്ന് പറഞ്ഞ്, മക്കൾക്കെന്ന് പറഞ്ഞ്, കുടുംബത്തിനെന്ന് പറഞ്ഞ് നിങ്ങൾ ഹറാമ് കൊണ്ടുവരേണ്ടതില്ല. കാരണം വലാ നസ്ബിറു അലൻ നാർ, നരകത്തെ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഉപദേശിച്ച സ്വഹാബ വനിതയൊക്കെയും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, അവർ കാണിച്ച ഒരു കണിശത, ഒരു ആത്മാർത്ഥത, ആ ഒരു തിരിച്ചറിവ് നമുക്കും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. അല്ലാത്ത പക്ഷം റബ്ബിന്റെ ക്രോധത്തിന് നമ്മൾ വിധേയരാകും. റബ്ബിന്റെ ആ എല്ലാ അർത്ഥത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിക്കാൻ സഹോദരന്മാരെ ഞാനും നിങ്ങളും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ സ്ഖലിതങ്ങളും പോരായ്മകളെയും തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിനൊക്കെ പരിപൂർണമായ ശമനം നൽകി ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾക്ക് അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത വിധം കടങ്ങൾ തിരിച്ചുവിട്ടാനുള്ള സാഹചര്യങ്ങൾ റഹ്മാനായ റബ്ബ് ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായ അതിനുള്ള പ്രതിഫലം രേഖപ്പെടുത്തുകയും ഫലസ്തീൻ എന്ന ആ രാജ്യത്തെ ആ ശത്രുക്കളുടെ കെണിയിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാനുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.